പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയ്ക്കായിട്ട് കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്തുകയാണ്. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് റോമ ലേഖനം 2-ാം അധ്യായം 28-29 വാക്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 28 and 29. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള പരിച്ഛേദന എത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ദൈവജനമേ, പുതിയ നിയമസഭയിൽ വിശ്വാസികളോടുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പായത്. Here the Holy Spirit is speaking about formalism and false profession of faith. ബാഹ്യ ഭക്തിയെക്കുറിച്ചും ബാഹ്യമായ കപട വിശ്വാസത്തെക്കുറിച്ചുമുള്ള ശക്തമായ ഒരു താക്കീതായത്. എന്തുകൊണ്ടാണ് ഈ വചനം ഇത്ര പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തെ ഒരു സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ, ദൈവവചനപ്രകാരമുള്ള വിശ്വാസമാണോ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം തന്നെയാണോ നാം മുറുകെ പിടിച്ചിരിക്കുന്നത്, അതോ ഒരു ഫോൾസ് ഹോപ്പ്, ഒരു കപടമായി നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നാം മെനഞ്ഞെടുത്ത ഒരു വിശ്വാസത്തിലാണോ നാം മുറുകെ പിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വചനപ്രകാരം ശോധന ചെയ്യുവാനായിട്ട് കഴിയും. 2 തീമോത്തിയുടെ പുസ്തകത്തില് 3-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇവിടെ നോക്കിയേ, ശക്തിയില്ലാത്ത ഭക്തി, ഗോഡ്ലിനെസ് വിതൗട്ട് പവർ, വിതൗട്ട് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഗോഡ്ലിനെസ്, ഭക്തി നമുക്ക് തരേണ്ടത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ശക്തിയില്ലാത്ത ഭക്തി എന്ന് പറഞ്ഞാൽ, പവർ ഇല്ലാത്ത ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലാത്ത ഭക്തി, പരിശുദ്ധാത്മാവ് തരാത്ത ഭക്തി. നമ്മുടെ ബുദ്ധിയിൽ, മാനുഷിക ആത്മാവിൽ, മാനുഷിക കഴിവുകളിൽ നമ്മളൊരു ഭക്തി, ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാതെ ഇവിടെ പറയുന്നു അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക, അങ്ങനെയുള്ളവരോട് കൂട്ടായ്മയ്ക്ക് പോലും പോകരുതെന്ന്. കാരണം എന്താണെന്നറിയാമോ? വി ബിക്കം ലൈക്ക് ദ പീപ്പിൾ വി അസോസിയേറ്റ് വിത്ത്. നമ്മൾ ആരോട് കൂടെയാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്നത്, ഫെലോഷിപ്പ് ചെയ്യുന്നത്, കൂട്ടായ്മ ആചരിക്കുന്നത്, നമ്മൾ കാലക്രമത്തിൽ അവരെ പോലെ ആയി പോകും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഡിസിപ്ലിൻ ചെയ്യുന്നത്. അരുതാത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മക്കളെ പോകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ കൂട്ടുകൂടുന്ന വ്യക്തിയുടെ സ്വഭാവം കാലക്രമത്തിൽ നമ്മുടെ സ്വഭാവത്തിലേക്ക് വരും, നമ്മൾ അവരെ പോലെ ആയിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം. ഈ അധ്യായത്തിൽ 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം നോക്കുമ്പോൾ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അന്ത്യകാലത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ. ഒരു വലിയ അപ്പോസ്റ്റസിയെ കുറിച്ച്, ഒരു വിശ്വാസത്യാഗം ദൈവസഭയുടെ മധ്യത്തിൽ, ദൈവജനത്തിന്റെ മധ്യത്തിൽ ഉണ്ടാകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആളുകൾ റിലീജിയസ് ആകത്തില്ലെന്നല്ല പറഞ്ഞേക്കുന്നത്. അന്ത്യകാലം വരുമ്പോൾ കൂടുതൽ റിലീജിയസ് ആകും ആളുകൾ. മതഭക്തന്മാർ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം. ശ്രദ്ധിക്കണമേ, മതഭക്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം. എന്തുകൊണ്ടെന്നറിയാമോ? ലോകത്തിലോട്ട് നോക്കിയേ, ലോകത്തിൽ ഭയമാണ്, ലോകത്തിൽ അൺസർട്ടനിറ്റി, അനിശ്ചിതാവസ്ഥയാണ്. എങ്ങും മനുഷ്യൻ ആശ്രയിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനറിയാം, മനുഷ്യൻ ആശ്രയിക്കുന്നതിൽ, എവിടെയെങ്കിലും ആശ്രയിക്കുവാൻ പറ്റുന്നത് ദൈവത്തിലാണ്. ബിബ്ലിക്കൽ ഔട്ട്സൈഡ് ബൈബിൾ നോക്കുമ്പോൾ, ദൈവവചനത്തിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈശ്വര വിശ്വാസം എന്ന് ലോകം പറയും. ഈശ്വര വിശ്വാസം, ഫെയ്ത്ത് ഇൻ ഗാഡ്. അപ്പൊ എല്ലാവരും കരുതുന്നത് ഈ ഈശ്വര വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഒരു ഹോപ്പുണ്ട്.
അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സാധാരണ മനുഷ്യർ, ഒരു ആവറേജ് പേഴ്സൺ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരു ശരാശരി മനുഷ്യൻ ചെയ്യുന്നതെന്നറിയാമോ? അവനുടെ ഭയത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, നാളെ നടക്കുവാൻ പോകുന്ന അനിശ്ചിതാവസ്ഥയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ അവനൊരു ഫോം ഓഫ് ഗോഡ്ലിനെസ്സിലേക്ക് വരും, ഫിയർ ഓഫ് ഗോഡിലേക്ക് വരും. അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിലാണെന്ന് കരുതി കൂട്ടായ്മയിലേക്ക് കടന്നു വരും. സോ ദേ മേക്ക് എ സോർട്ട് ഓഫ് പോസ്റ്റ് മോഡേൺ റിലീജിയൻ ഫോർ ദം, allowing them to do whatever they like. മനസ്സിലായോ? സഭയുടെ ഭാഗത്തിലാണ്, സഭയിലേക്കാ വരുന്നത്, സ്നാനപ്പെടും, സഭയിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടും, കർത്തൃമേശയിലൊക്കെ സംബന്ധിക്കും, എ ഫോം ഓഫ് ഗോഡ്ലിനെസ്. പക്ഷെ വേറൊരു വശത്തുകൂടെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഈ ലോകത്തിന്റെ പ്രത്യേകത അന്ത്യകാലത്ത്. അപ്പോൾ ലോകത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ റിലീജിയസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും റിലീജിയസ് പീപ്പിൾ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ റിലീജിയസ്. മോസ്റ്റ് ഓഫ് ദം സേ ദാറ്റ് ദേ ഫിയർ ഗോഡ്. അനേകർ പറയും അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്, ഈശ്വര വിശ്വാസം. നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ സിംഹഭാഗവും ഈശ്വര വിശ്വാസികളാണെന്നാ പറയുന്നതല്ലേ? ദേ ആർ ഡീസന്റ് പീപ്പിൾ, ബട്ട് ലുക്ക് ഇൻ ടു ദെയർ ലൈഫ്സ്. അവരുടെ ഫെയ്ത്തിന്റെ ആ കാതൽ, ഫെയ്ത്തിന്റെ ആ ബാക്ക് ബോൺ ഓഫ് ദെയർ ഫെയ്ത്ത്, അവരുടെ വിശ്വാസത്തിന്റെ നട്ടെല്ല് ഒന്ന് നോക്കിക്കേ, അതില്ല അവിടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ രാത്രികാലം വളരെ ശ്രദ്ധയോടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേട്ട വചനത്തിലേക്ക്. ഇവിടെ തീമോത്തിയോട് പറയാ, തീമോത്തി, പേ അറ്റൻഷൻ, ദിസ് ഈസ് വേർ ദ വേൾഡ് ഈസ് ഗോയിങ് ടു ബി, ദിസ് ഈസ് വേർ ദ ചർച്ച് ഈസ് ഗോയിങ് ടു ബി, സോ ബി അലേർട്ട്, പേ അറ്റൻഷൻ, ലിസൺ ടു മീ കെയർഫുള്ളി. You would see people or warn your people, want the people to come to say that they will meet with the people who are religious, who are holding a form of godliness, denying its power. തിമോത്തി, ഇത് അന്ത്യകാലമാണ്, സഭ അന്ത്യകാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിന് നീ വാൺ ചെയ്യണം, ദൈവസഭയ്ക്ക് നീ വാൺ ചെയ്യണം. എന്താണ് അവരെ മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്? അവർ കണ്ടുമുട്ടും, ഭക്തിയുടെ വേഷം ധരിച്ച് അനേകരെ കണ്ടുമുട്ടും. പക്ഷേ അങ്ങനെയുള്ളവരോട് കൂട്ടായ്മയരുത്, അവരെ വിട്ടൊഴിയണം. ഇന്നത്തെ ലാംഗ്വേജിൽ, ഇന്നത്തെ ദൈവജനത്തോട് പറയാമെങ്കിൽ അവർ പറയും അത് ടൂ മച്ച് ആണെന്ന് പറയും, അല്ലേ? അങ്ങനെ നമുക്കാകാമോ? ഇന്നത്തെ ലോകത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹ്യൂമനിസമാണ്, മനുഷ്യത്വം. പറയുന്നിടത്തെല്ലാം മനുഷ്യത്വമാണ്, ദൈവത്വത്തെ കുറിച്ച് പറയത്തില്ല. എല്ലാവരും മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. മനുഷ്യന് വേദനിക്കരുത്, മനുഷ്യന് ബാഡായിട്ട് ഫീൽ ചെയ്യരുത്, മനുഷ്യന്റെ ഈഗോയെ ഹേർട്ട് ചെയ്യരുത്, മനുഷ്യന്റെ വീക്ക്നെസ്സിനെ എക്സ്പോസ് ചെയ്യരുത്, മനുഷ്യൻ തെറ്റാണെന്ന് പറയരുത്. ദൈവത്തെക്കുറിച്ച് ആരും ചിന്തിക്കത്തില്ല കേട്ടോ. സഭയ്ക്കുള്ളിലാന്നേലും വരുന്നവരെ കരുതുക എന്നുള്ളതാ, പക്ഷേ ദൈവത്തെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. ഹ്യൂമനിസം. ഹല്ലേലൂയ. എല്ലാം നമ്മൾ ഹ്യൂമനിസം അതിലൂടെ, ആ പ്രിൻസിപ്പിളിലൂടെയാണ് കാണുന്നത്. എവിടെയും നോക്കിക്കോ, കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നോക്ക്, ഡിസിപ്ലിൻ ചെയ്യുന്ന കാര്യത്തിൽ നോക്ക്, ദൈവസഭയെ ഡിസിപ്ലിൻ ചെയ്യുന്ന കാര്യത്തിൽ നോക്ക്. ആദ്യം ദൈവത്തെ കുറിച്ചല്ല പറയുന്ന, മനുഷ്യരെ കുറിച്ചാ, വരുന്നവരെ കുറിച്ചാ. ഹൗ ഡിഡ് ദേ ഫീൽ ഇറ്റ്, ഓർ ഹൗ ഡു ദേ ഫീൽ ഇറ്റ്? അവരെന്ത് വിചാരിക്കും, അവർക്ക് എന്ത് ഫീൽ ചെയ്യും, കർത്താവിന് എന്ത് ഫീൽ ചെയ്യും എന്നുള്ളത് ഒരു വിഷയമല്ല. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമാണോ ദൈവം ഇത് പറയുന്നത് മറ്റുള്ളവരോട്? കർത്താവിനെ യഥാർത്ഥമായി ഭജിക്കുന്ന, കർത്താവിന്റെ പിന്നാലെ യഥാർത്ഥമായി യാത്ര ചെയ്യുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ചിലരെ വിട്ടൊഴിയണമെന്ന് പറയുമ്പോൾ ആ വിട്ടൊഴിയേണ്ടവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ ഞാനും നിങ്ങളും ആയിപ്പോയിട്ടുണ്ടോ? ഡു വി ഹോൾഡ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ് വിത്തൗട്ട് ഹാവിങ് ഇറ്റ്സ് പവർ? നമ്മൾ ആരെങ്കിലും ഭക്തിയുടെ വേഷം ധരിക്കുന്നവരാണോ അതിന്റെ ശക്തിയെ ത്യജിച്ച്? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിന്റെ ശക്തി ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് അറിയാമോ? there is a beautiful outer shell with no seed inside. നമ്മൾ ഏതിനെ എടുത്തു നോക്കിയാലും seed is more important than its outer shell. Outer shell is only there to protect the seed inside. ആ പുറന്തോടെന്ന് പറയുന്നത് അകത്തുള്ള ആ സീഡിനെ, ആ കുരുവിനെ സൂക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ളതാ. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ, കാഷ്യൂനട്ട് ആയിക്കൊള്ളട്ടെ, പീനട്ട് ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും നട്ട്സ് വാങ്ങിക്കുമ്പോൾ
നമ്മൾ വലിയ ആകാംക്ഷയോടെ അത് വാങ്ങിക്കുന്നേ. അത് വാങ്ങിച്ച് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് സീഡ് ഇല്ലെങ്കിൽ എന്തൊരു നിരാശയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്കറിയാം, ഇവിടെ തെങ്ങ് കൃഷിയൊന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലാകുമ്പോൾ തെങ്ങ് കൃഷിയുണ്ട്. ഇവിടെ കോക്കനട്ട് ട്രീയുടെ കൃഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വി ഓൾ തേങ്ങ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കടയിൽ പോയി തേങ്ങ വാങ്ങിക്കേണ്ടി വരും, അല്ലേ? നമ്മൾ പോയി കടയിലൊക്കെ തേങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ അത്യാവശ്യമായിട്ട് പോയിട്ട് തേങ്ങ എടുത്ത് കുലുക്കിയൊക്കെ നോക്കും, ചുറ്റുമൊക്കെ നോക്കും. കണ്ടാൽ നല്ല ഭംഗിയുള്ള തേങ്ങയാണ്, ഒരുപക്ഷെ വെയിറ്റും കൊണ്ട് തേങ്ങയ്ക്ക്, അല്ലേ? വില കുറച്ചുകൂടെ കിട്ടിയെങ്കിൽ വലിയ സന്തോഷത്തോടെ തേങ്ങായും വാങ്ങിച്ചോണ്ട് 3-4 വാങ്ങിച്ചോണ്ട് വരും, അല്ലേ? വീട്ടിൽ കൊണ്ടുവന്നിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ പൊട്ടിച്ചു നോക്കുമ്പോൾ ചിലതിൽ നിന്ന് വരുന്ന സ്മെല്ല് കണ്ടിട്ടുണ്ടോ? ചിലതാകപ്പാടെ ഡീക്കേഡ് ആയിട്ട് അളിഞ്ഞ് വിളിഞ്ഞ് നാശമായിട്ടിരിക്കുന്ന അകം. പുറത്തെന്ത് വരുന്നു? അനേക ദൈവമക്കളെന്ന് പറയുന്നവർ ഇങ്ങനെയായിരിക്കുന്നത് കേട്ടോ. പുറത്തു നോക്കെങ്കിൽ മനോഹരമാണ്. ഷെൽ ഈസ് സോ ബ്യൂട്ടിഫുൾ, അട്രാക്റ്റീവ്, ഇറ്റ് ക്യാൻ ഡിസീവ് എനിബഡി. ആരെയും വഞ്ചിക്കുവാൻ തക്കമുള്ളതാ. പക്ഷെ അടുത്ത് കൂടുമ്പോഴാ അകമെല്ലാം പോയി കിടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്ന വ്യക്തികൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ രാത്രി കേട്ട ദൈവവചനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. നമ്മൾ കേട്ടത് റോമാലേഖനത്തിന്റെ 2-ാം അധ്യായം 28-29 വാക്യങ്ങളാണ്. പുറമേ യഹൂദനായവൻ അല്ല യഹൂദൻ, അല്ലെങ്കിൽ തിരിച്ചു വായിക്കുന്നു, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രയോ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്രയോ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഈ ദൈവവചന ഭാഗത്തില് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഐ ഡോണ്ട് നോ വെദർ ഐ വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ ഹോൾ പോർഷൻ ടുഡേ. ഇന്ന് ഇതെല്ലാം പറഞ്ഞു തീർക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കഴിയുമെങ്കിൽ അത് പറഞ്ഞു തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതല്ല, ഇന്ന് എനിക്കതിന് കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആ വഴിയിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പ്രോബബ്ലി വി വിൽ ഹാവ് അനദർ സെഷൻ. 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ വചനഭാഗത്ത് നിന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനിത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കേൾക്കുന്നുണ്ടല്ലോ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മേജർ തിങ്സ്, 3 മേജർ പോയിന്റ്സ് ഐ വാണ്ട് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ from this scripture which we have read now. Number 1, form of religion is not a true religion. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ, form of faith is not true faith. Form of Christian is not a true Christian before God. Remember this. You have a form of faith, it doesn't mean that you have the real faith. You have a form of religion, it doesn't mean that you have a true religion. And you have a form of Christianity, doesn't mean that you are a true Christian before God. This is number 1 point. Number 2, heart is the seat of true religion. Or otherwise, in other words, heart is the seat of true faith. And a true Christian is a person who is a Christian in heart. അതിന്റെ അർത്ഥം മലയാളത്തില് യഥാർത്ഥ വിശ്വാസത്തിന്റെ ഇരിപ്പിടം ഹൃദയമാണ്. ശ്രദ്ധിക്കണമേ, യഥാർത്ഥ ഭക്തിയുടെ ഇരിപ്പിടം ഹൃദയമാണ്. അത് ഹൃദയത്തിലാണ് ഇരിക്കേണ്ടത് ഭക്തി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഹൃദയത്തിൽ ക്രിസ്ത്യാനിയായവനാണ് ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. ഇത് 2-ാമത്തെ പോയിന്റ്. കാരണം ഈ വചനത്തിൽ ഈ ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന 2-ാമത്തെ കാര്യം. 3-ാമത്തേത്, ട്രൂ റിലീജിയൻ മസ്റ്റ് നെവർ എക്സ്പെക്ട് ടു ബി പോപ്പുലർ. ഇറ്റ് വിൽ നോട്ട് ഹാവ് ദ പ്രൈസ് ഓഫ് മെൻ, ബട്ട് ഹാസ് ദ പ്രൈസ് ഓഫ് ഗാഡ്. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് മനുഷ്യർ അംഗീകരിക്കുന്ന ഭക്തിയല്ല, അംഗീകരിക്കപ്പെടുന്ന ഭക്തിയാകണമെന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഇറ്റ് വിൽ, നമ്മൾ ഇന്ന് വായിച്ച് നിർത്തിയത് എന്തോ, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഇറ്റ് വിൽ ഹാവ് നോ പ്രൈസ് ഓഫ് മാൻ. മനുഷ്യൻ ആ വിശ്വാസത്തെ പുകഴ്ത്തത്തില്ല, പക്ഷെ ദൈവം ആ വിശ്വാസത്തെ പുകഴ്ത്തും. So these are the 3 major points I want to discuss tonight in the light of the scripture. ഈ വചനഭാഗത്ത് നിന്ന് ഈ 3 കാര്യങ്ങളാണ്
പ്രധാനമായിട്ട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഒന്നാമത്തേത് നമ്മൾ കേട്ടല്ലോ. എന്താണ് കേട്ടത്? ഫോം ഓഫ് റിലീജിയൻ ഈസ് നോട്ട് എ ട്രൂ റിലീജിയൻ. ഭക്തിയുടെ വേഷം അല്ലെങ്കിൽ ഭക്തിയുടെ രൂപമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് യഥാർത്ഥ ഭക്തിയാകണമെന്നില്ല. അത് മാത്രമല്ല, ഫോം ഓഫ് എ ക്രിസ്ത്യൻ ഈസ് നോട്ട് എ ട്രൂ ക്രിസ്ത്യൻ. ക്രിസ്ത്യാനിയുടെ രൂപമുള്ളത് കൊണ്ട്, ക്രിസ്ത്യാനിയുടെ ഭാവമുള്ളത് കൊണ്ട്, ക്രിസ്ത്യാനിയുടെ പ്രകടനമുള്ളത് കൊണ്ട് ക്രിസ്ത്യാനിയാകണമെന്നില്ല. പ്രൈസ് ഗോഡ്. ലെറ്റ് us look closely into that points. വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. You know, formalism is a great sin. It is very deceptive. ഫോർമലിസം എന്ന് പറയുന്നത്, ബാഹ്യഭക്തി എന്ന് പറയുന്നത് വലിയൊരു പാപമാണ്. കാരണം എന്താണെന്നറിയാമോ? അത് ഡിസെപ്റ്റീവാണ്, അത് വഞ്ചിക്കുന്നതാണ്, മറ്റുള്ളവരെ വഞ്ചിക്കുന്ന. യു ആർ ഗിവിംഗ് എ റോങ് ഇംപ്രഷൻ ടു ദി പീപ്പിൾ. അത് നമുക്ക് വേറൊരു ഭാഷയിൽ പറയാം, കപടഭക്തി എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വലിയ പാപമാണ്. കപടഭക്തി എന്ന് പറയുന്നത് ഒരു വലിയ പാപമാണ് ദൈവമക്കളെ. കാരണം we are pretend to be someone which we are not really. നമ്മൾ അഭിനയിക്കുകയാണ് നമ്മൾ മറ്റൊരാളാണ്. നമ്മുടെ യഥാർത്ഥ മുഖത്തെ മറച്ചു വെച്ചിട്ട് നമ്മളൊരു മറ്റൊരു മുഖം മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുന്നു. അതാണ് ഫോർമലിസം എന്ന് പറയുന്നത്. ഒരു ഫോമില് വി ആർ ഷോയിങ് എ ഫോം ടു അതേഴ്സ്, ബട്ട് ഇൻ റിയാലിറ്റി മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് ഷെല്ലുണ്ട്, പക്ഷെ അതിനകത്ത് സീഡില്ല. ഇമ്പോർട്ടന്റ് തിങ് ഈസ് നോട്ട് ദെയർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ലോകത്തിലോട്ട് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുണ്ട്. അവരുടെ പേരൊന്ന് നോക്കിയേ, ബൈബിളിലുള്ള പേരുകൾ തന്നെ അല്ലേ? അവരോടൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? അതെ, ഞങ്ങൾ ക്രിസ്ത്യാനിയാണ്. ഒത്തിരി ട്രഡീഷൻസും പറയും അല്ലേ? പാരമ്പര്യങ്ങളും ഒത്തിരി പറയും. ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പാരമ്പര്യ തെളിവുകൾ നമ്മുടെ മുമ്പിൽ വയ്ക്കും. പക്ഷെ ജീവിതത്തിലേക്ക് നോക്കിയേ, എന്താ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ? അന്ത്യോക്യയിൽ വെച്ച് ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയുടെ പേരുണ്ടായെന്നൊന്നും പറയരുത് കേട്ടോ. അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനിയുടെ പേരുള്ളത് കൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറയരുത്. സുഗുണൻ എന്ന പേരിന്റെ അർത്ഥം നല്ല ഗുണമുള്ളവനെന്നാ. എത്രയോ സുഗുണന്മാര് ജയിലിൽ കിടപ്പണമെന്നറിയാം ഇപ്പൊ. ഇത് ചിന്തിച്ചേ. അപ്പൊ പേരുള്ളത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സുന്ദരൻ എന്ന പേരിന്റെ അർത്ഥം എന്താ? ഹാൻസം അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളാ. പക്ഷെ ഞാൻ പല സുന്ദരന്മാരുടെ പേരുള്ളവരെ കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ടാ സുന്ദരനാണെന്ന് എനിക്ക് തോന്നത്തില്ല. തങ്കമ്മ എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? തങ്കം, പ്യുവർ എന്നാ അല്ലേ? നല്ല മനസ്സ്, നല്ല ഹൃദയം. പക്ഷെ എത്രയോ തങ്കമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ചീത്ത വിളിക്കുന്നത്. അപ്പൊ പേരിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല ദൈവമക്കളെ. അന്ത്യോക്യയിൽ വെച്ച് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനിയാകണമെന്നില്ല. എന്താ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അറിയാമോ? ഹൂ ഇസ് എ ക്രിസ്ത്യൻ? ക്രിസ്ത്യൻ ഇസ് ദ പേഴ്സൺ ഹു ഫോളോ ക്രൈസ്റ്റ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനെന്നാ. അപ്പൊ ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാകണം ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേരുള്ളത് കൊണ്ടായില്ല, ലൈഫ് ഉണ്ടാവണം. ഫോം ഉള്ളത് കൊണ്ടായില്ല. എവിടെയാ രാവിലെ പോകുന്നത്? ഞാൻ പള്ളിയിലാ പോകുന്നത്. ഓക്കെ, നല്ല കാര്യമാ. തിരിച്ചു വരുന്നതോ പള്ളിയിൽ നിന്നാ തിരിച്ചു വരുന്നത്. ഇനിയുള്ള ജീവിതം എങ്ങനെയാ? പള്ളിയിൽ പോയി എന്ത് കൊടുത്തു? പള്ളിയിൽ നിന്ന് വന്നു എന്ത് കിട്ടി? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പള്ളിയിൽ പോകുമ്പോൾ, ചർച്ചിൽ പോകുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ കൊടുക്കുവാൻ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? മടങ്ങി വരുമ്പോൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടോ? അപ്പൊ പിന്നെ ആ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കഥ? പോയത് വെറും കൈയോടെ, തിരിച്ചു വന്നതും വെറും കൈയോടെ. ഫോം ഓഫ് ഗോഡ്ലിനെസ്, ഇറ്റ്സ് എ ഫോം ദെയർ. നോക്കുന്നവരൊക്കെ പറയും ദേണ്ട് പള്ളിയിൽ പോകുന്ന ഒരാളാ, പക്ഷെ വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. കൊടുക്കാനും ഒന്നുമില്ല, വാങ്ങിക്കാനും ഒന്നുമില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വളരെ ശ്രദ്ധയോടെ നമ്മളത് മനസ്സിലാക്കണം. ഇൻസൈഡ് ഈസ് എംപ്റ്റി. അകം ശൂന്യമാണ്. നോ ഡിവോഷൻ. ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഇല്ല. ഒരു ക്രിസ്ത്യാനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആരോടാ കമ്മിറ്റ്മെന്റ്? ഒരു ദൈവ പൈതലിന്റെ കമ്മിറ്റ്മെന്റ് ആരോടാന്നറിയാമോ? മനുഷ്യനോടല്ല, ദൈവത്തിന്. മനുഷ്യന്റെ, ഒരു ക്രിസ്ത്യാനിയുടെ കമ്മിറ്റ്മെന്റ് ക്രൈസ്റ്റിനോടാണ്. യു ആർ കമ്മിറ്റഡ് ടു ക്രൈസ്റ്റ്. യു ആർ ഇൻ എ ബ്രൈഡൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് നീ. ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. എല്ലാ മണവാട്ടിക്കും മണവാളനോടൊരു കടപ്പാടുണ്ട്. മണവാളനെ കാത്തിരിക്കുന്നവളാണ്. മണവാളന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ.
നൂറുകണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, അവർ ക്രിസ്ത്യാനികളാന്ന് പറയുന്നു. ബട്ട് ദേ ഹാവ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ്. ഇവിടെ പറയുന്നു പുറമേ യഹൂദനായവൻ യഹൂദനല്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വൺ പേഴ്സൺ കുഡ് ബി എ സൺ ഓഫ് എബ്രഹാം. എബ്രഹാമിന്റെ മകനായി ജനിച്ചവനായിരിക്കാം, 12 ഗോത്രത്തിലെ ഒരു ഗോത്രത്തിലെ അംഗവുമാകാം, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനുമാകാം. അത് മാത്രമാണോ, ചെറുപ്പം മുതലേ ന്യായപ്രമാണം അഭ്യസിച്ചു വളർന്നു വന്നവനാകാം, പ്രായമായപ്പോൾ മറ്റുള്ളവരെ ന്യായപ്രമാണം പഠിപ്പിക്കുവാൻ തക്കവണ്ണം മനുഷ്യരാൽ ജനത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാകാം. അവനെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല. പുറമേ ഏറ്റ ജഡത്തിലേറ്റ പരിച്ഛേദനയുമല്ല. വാട്ട് ഈസ് സർക്കംസിഷൻ മീൻസ്? Circumcision is an external evidence of an inward reality. What is circumcision mean? Circumcision is an external evidence of an inward reality. അകത്ത് നടന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ പുറത്തുള്ള തെളിവാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. പരിച്ഛേദന ഏറ്റിയ ഒരു മനുഷ്യനാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ദൈവത്തോട് ഉടമ്പടി ചെയ്തവനാണെന്ന് അതിന്റെ തെളിവ്. ശരീരത്തിന്റെ അല്ലെങ്കിൽ ത്വക്കിന്റെ ഒരു ഭാഗം മുറിച്ചു കളഞ്ഞത് കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ സർക്കംസൈസ്ഡ് ആവുന്നില്ല. ദിസ് ഈസ് മൈ പോയിന്റ്. മനുഷ്യൻ പറയുന്നുണ്ടാകാം, നീ സർക്കംസൈസ്ഡ് ആണ്, നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്, നീ യഹൂദനാണ്. മനുഷ്യൻ അംഗീകരിക്കും, സർട്ടിഫിക്കറ്റിനകത്തൊക്കെ യഹൂദനെന്ന് വരും. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കിയിട്ട് പറയുന്നു, നീ യഹൂദനല്ല. അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തിൽ നീ ജനിച്ചാലും ശരി, ഏറ്റവും പ്രൊമിനന്റ് ആയുള്ള ഒരു ഗോത്രത്തിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രത്തിലെ അംഗമായാലും ശരി, 8-ാം നാളിൽ നീ പരിച്ഛേദനയേറ്റവനായാലും ശരി, ദേവാലയത്തിലേക്ക് യാഗങ്ങൾ കൊണ്ടുവരുന്നവനായാലും ശരി, നീ യഹൂദനല്ല. എന്റെ കണ്ണിന്റെ മുമ്പിൽ നീ യഹൂദനല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പുതിയ നിയമത്തിന്റെ നടുവിൽ അത് എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ പുതിയ നിയമ സഭയ്ക്ക് അത് ബാധകമാണ്. ഈ പ്രിൻസിപ്പിൾ, ദൈവം തന്നെ പ്രിൻസിപ്പിൾ ഒരിക്കലും മാറ്റത്തില്ല. ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ സെയിം ആണ്. ദൈവസഭയ്ക്കുള്ളിലേക്ക് നോക്കിക്കൊണ്ട് പറയുക, നീ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞവനാകാം, ഇന്ന ദൈവദാസന്റെ കൈക്കീഴെ സ്നാനപ്പെട്ടവനെന്നും പറഞ്ഞവനാകാം, ദൈവവചനം വള്ളി പുള്ളി വിടാതെ പഠിക്കുന്നുണ്ടാകാം, ദൈവജനത്തോടുകൂടെ കർത്താവിന്റെ മേശയിൽ ഓഹരിക്കാരനോ ഓഹരിക്കാരിയോ ആകുന്നുണ്ടാകാം, മറ്റുള്ളവരെ വചനം പഠിപ്പിക്കുന്നുമുണ്ടാകാം. പക്ഷേ ഞാൻ നിന്നെ നോക്കുമ്പോൾ നീ ദൈവ പൈതലല്ല. എന്തുകൊണ്ട്? ഇതൊക്കെ പുറത്ത് കാണിക്കുന്നു, പക്ഷെ നിന്റെ അകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. നിന്റെ ഹൃദയം മാറിയിട്ടില്ല. വചനം പറയുന്നു, അകമേ യഹൂദനായവനാണ് യഹൂദൻ, അകമേ ദൈവ പൈതലായവനാണ് ദൈവ പൈതൽ, അകത്ത് ക്രിസ്ത്യാനിയായവനാണ് ക്രിസ്ത്യാനി. അത്ര ഭയങ്കര ഒരു മുന്നറിയിപ്പാണ് ദൈവമക്കളെ ഇത്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് വാണിംഗ്. എന്തുകൊണ്ടാണ് ഇന്നത്തെ രാത്രി ഇത് നമ്മൾ കേൾക്കുന്നത്? കർത്താവേ, എല്ലാവരും പറയുന്നു ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്, എല്ലാവരും പറയുന്നു ഞാൻ ദൈവദാസനാണെന്ന്, പക്ഷെ വാട്ട് ഡു യു സേ അബൌട്ട് മീ ഓ ലോർഡ്? കർത്താവേ, അങ്ങെന്നെ കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ പുറത്ത് പ്രസംഗിക്കുന്നതിന്റെ അകത്തെ ഹൃദയത്തിലുണ്ടോ? ഞാൻ ഈ പുറത്ത് പ്രസംഗിക്കുന്നത് തന്നെയാണോ എൻ്റെ അകത്തെ ജീവിതം? ജനം എന്നെ കാണുന്നത് പോലെയാണോ ഞാൻ എൻ്റെ ഭവനത്തിന്റെ അകത്ത് 4 മുറിക്കുള്ളിൽ? ജനം എന്നെ കാണുന്നത് പോലെയാണോ ഞാൻ എൻ്റെ ഓഫീസില്? അതോ എനിക്ക് മറ്റൊരു മുഖമുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ്. ഹല്ലേലൂയ. ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് ദൈവശക്തിയെ ത്യജിക്കുന്നവർ, ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് ദൈവശക്തിയെ ത്യജിക്കുന്നവർ, അങ്ങനെയുള്ളവർ എന്ത് ചെയ്താലും ദൈവത്തിനത് പ്രസാദമല്ല, മനുഷ്യൻ പ്രസാദിക്കും. മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ താഴേക്ക് അടുത്ത പോയിന്റുകളിൽ വരുമ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാനൊരു വചനഭാഗത്തിലേക്ക് ഒന്ന് പോട്ടെ. പഴയ നിയമത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയാ. പ്രൈസ് ഗാഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. 66 പുസ്തകങ്ങളിൽ യെശയ്യാ പ്രവാചകൻ എഴുതി. 66 അധ്യായങ്ങളുണ്ട് അതിൽ, അല്ലേ? ആദ്യത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങളൊന്ന് നോക്കണം. ദൈവജനത്തിന്റെ യഥാർത്ഥ അവസ്ഥയെ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പറയുന്ന എത്ര പേര് സഭയ്ക്കകത്ത് വരുന്നുണ്ട്? നമ്മൾ ആദ്യം ചോദിക്കത്തില്ലയോ, എത്ര പേര് സഭയിലുണ്ട്?
അതാ അറിഞ്ഞാൽ മതി എല്ലാവർക്കും, അല്ലേ? ഒരു 50,000 പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയുന്നത്, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാ, അല്ലേ? ലക്ഷക്കണക്കിന് ഇസ്രയേലിനെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നത് എന്താണെന്നാ ഇപ്പൊ നമ്മൾ വായിക്കാൻ പോകുന്നത്. ആളുകളുടെ എണ്ണം കണ്ടിട്ട് നമ്മൾ അയ്യോ ദൈവം അനുഗ്രഹിച്ചു, സമ്പത്ത് കൂടുന്നത് കണ്ടപ്പോ ദൈവം അനുഗ്രഹിച്ചു, ആളുകൾ കൂടുന്നത് കണ്ടപ്പോ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ ആളുകൾ കൂടിയ ആളുകളെ, കൂടി വന്ന ആളുകളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നതാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കൂടി വന്ന ആളുകളെ കർത്താവ് പറഞ്ഞു വിട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടായിരുന്നല്ലേ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കേട്ടില്ലേ? കർത്താവിന്റെ ഉപദേശം കേട്ടപ്പോഴത്തേക്ക് ആൾക്കാർ ഓരോരുത്തരായിട്ട് പിരിഞ്ഞുപോയി. അവസാനം 12 പേർ അവിടെ നിന്നു. അപ്പൊ ആള് കൂടുന്നതിലല്ല കർത്താവ് പ്രസാദിക്കുന്നത്, കൂടി വരുന്നവർ എങ്ങനെയുള്ളവരാണെന്നാണ് കർത്താവ് നോക്കുന്നത്. ആളിനെ കൂട്ടുന്ന ബിസിനസ് കർത്താവിന്റെ ബിസിനസ് അല്ല. അങ്ങനായിരുന്നെങ്കിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. ദൈവത്താൽ അസാധ്യമായിട്ട് എന്താ ഉള്ളത്? ഹല്ലേലൂയ. ഈ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച സഹോദരങ്ങളെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ താഴേക്കൊന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 1 വേഴ്സ് 11 ഓൺവേർഡ്സ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ: നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആര്? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശാബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. ആരുടെ കൽപ്പന കൊണ്ട് ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങിയത്? ദൈവത്തിന്റെ കൽപ്പന തന്നെയാ ഇങ്ങനെ വരണമെന്നുള്ളത്. ചിന്തിച്ചു നോക്കണമേ സഹോദരങ്ങളെ. ദൈവകൽപ്പനയാണ് ഇങ്ങനെ ദേവാലയത്തിലേക്ക് വരണമെന്നുള്ളത്. കർത്താവിനെ കാണുവാനായിട്ട് വരുമ്പോൾ ഹോമയാഗം കൊണ്ടുവരണമെന്നും ഹനനയാഗം കൊണ്ടുവരണമെന്നും കോലാട്ടുകൊറ്റന്മാരെ കൊണ്ടുവരണമെന്നും കുഞ്ഞാടുകളെ കൊണ്ടുവരണമെന്നും, അത് മാത്രമല്ല കാഴ്ചകൾ കൊണ്ടുവരണമെന്നും അമാവാസിയിലെ ശബത്ത് സഭായോഗങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്നുള്ളത് ദൈവകൽപ്പനയാ. ആ ദൈവകൽപ്പനയെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്ന ജനത്തോട് പറയുക, എനിക്ക് വെറുപ്പാണെന്നിത്. ഞായറാഴ്ച തോറും ചർച്ചിൽ കടന്നു വരണമെന്നും സഭാരാധന മുടക്കരുതെന്നും സഭായോഗം അലക്ഷ്യമായി കാണരുതെന്നും ദൈവവചനത്തെ ഭയപ്പെടണമെന്നും ദൈവവചനം കേൾക്കണമെന്നും ദൈവവചനം പ്രസംഗിക്കണം, ഇതൊക്കെ ദൈവത്തിന്റെ കൽപ്പനയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ഒരു ജനത്തോട് കർത്താവ് പറയാണ്, നിർത്ത്, മതി മതി, നിർത്ത്. അതിന്റെ കാരണം എന്താ? അവരത് ചെയ്യാത്തത് കൊണ്ടല്ല അതിന്റെ കാരണം. പിന്നെയോ അവരുടെ ഹൃദയം അവിടെ ഇല്ല. താഴേക്ക് വായിച്ചു നോക്കിയേ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിക്കുവിൻ. ആരോടാ പറയുന്നത്? ദൈവജനത്തോടാ പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു മറച്ചു കളയും. പക്ഷെ എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടത്? നമുക്ക് കാണത്തില്ല കർത്താവ് എന്തുവാ ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പാടുമ്പോൾ അദൃശ്യ ലോകത്ത് സ്വർഗലോകത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ കരുതുന്നത് ഭംഗിയായിട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയൊക്കെ സ്വർഗം കേട്ടിരിക്കുന്നെന്നാ, എൻ്റെ ശുശ്രൂഷകളൊക്കെ സ്വർഗം അംഗീകരിക്കുന്നെന്നാ. അതുകൊണ്ടല്ലേ ഞാൻ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ പ്രസംഗിക്കുമ്പോൾ അനേകരും മാനസാന്തരപ്പെടുന്നത്? കാരണം ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ ഈ പോകുന്ന പോലെ തന്നെ അങ്ങ് പോയാൽ മതി. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ കൈ മലർത്തുമ്പോൾ ഞാൻ എന്റെ മുഖം തിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊന്നെന്നല്ല. അതിന്റെ ഫിസിക്കലി ഒരാളെ കൊന്നിട്ട് അവരുടെ ബ്ലഡ് കയ്യിലാക്കിയെന്നല്ല. രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈകളിൽ പാപം, മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച പാപം, മറ്റുള്ളവരെ ദുഃഖിപ്പിച്ച പാപം. രക്തം പാപത്തെ കാണിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുവന്നിരുന്നാലും അതിനെ ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും.
നിങ്ങളുടെ കൈകളിൽ രക്തം നിറഞ്ഞിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാതെ, കർത്താവിനോട് നിലവിളിച്ച് പാപയാചന കഴിക്കാതെ, കർത്താവിനോടുള്ള രമ്യതയിൽ വരാതെ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടാതെ, ഹല്ലേലൂയ, മറ്റുള്ള സഹോദരങ്ങളോട് രമ്യത അനുഭവിക്കാതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നാൽ ഇതാ സംഭവിക്കുന്നത്. കർത്താവ് പറഞ്ഞ കൽപ്പനകൾ തന്നെയാണ് നമ്മൾ അനുസരിക്കുന്നത്. കർത്താവ് പറഞ്ഞ യാഗങ്ങൾ തന്നെയാണ് നാം കൊണ്ടുവരുന്നത്. കർത്താവ് പറഞ്ഞ ശാബത്തുകളൊക്കെ തന്നെ നാം ആഘോഷിക്കുന്നുണ്ട്. എല്ലാം കൽപ്പനകളാണ്. എന്നാൽ കൽപ്പനകൾ ചെയ്ത ദൈവം തന്നെ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ അംഗീകരിക്കത്തില്ല. എനിക്ക് വെറുപ്പ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം നോക്ക്, അസഹ്യമാണ് എനിക്ക്. അസഹ്യം എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? നിങ്ങൾ എന്റെ അടുത്ത് വരുന്ന എനിക്ക് ഇറിറ്റേഷനാണ്. ദൈവത്തിന്റെ ഭാഷയായത് കേട്ടോ. ഡു വി എവർ കൺസിഡർ? ഐ കൺസിഡർ ഇറ്റ് ഓൾ ദ ടൈം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ കൺസിഡർ ചെയ്യാറുണ്ട്, കർത്താവേ, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടുന്ന് ഉണ്ടോ? അവിടുന്ന് കാണുന്നുണ്ടോ? അതോ അങ്ങ് വചനത്തിൽ പറഞ്ഞതിന്റെ കൂട്ട് ഞാൻ എൻ്റെ മുഖം മറച്ചിരിക്കും, നീ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല, വചനത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ എത്ര പേരത് ശോധന ചെയ്യുന്നുണ്ട്? ഇന്നത്തെ രാത്രി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഓട്ടമൊക്കെ ഒന്ന് നിർത്തിടയ്ക്ക്, ഇടയ്ക്കിടയ്ക്കൊന്ന് നിർത്ത് സഹോദരങ്ങളെ. ഈ ഓട്ടവും എല്ലാം ഒന്ന് നിർത്തിക്കേ. നമ്മളെല്ലാം യാഗവസ്തുവിന്റെ പുറകെയുള്ള ഓട്ടമാ അല്ലേ? എന്നാൽ ഈ യാഗത്തെ വാങ്ങിക്കാൻ വേണ്ടി പൈസ എങ്ങനെയാ ഉണ്ടാക്കിയതെന്നുള്ളത് വിഷയമല്ല നമുക്ക്. ഈ യാഗം ദൈവത്തിന് അർപ്പിക്കുവാൻ തക്കവണ്ണം യാഗവസ്തുവിനെ വാങ്ങിക്കാൻ, ഈ ആടിനെയും കാളയും ഒക്കെ വാങ്ങിക്കാൻ പൈസ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്ക് വിഷയമല്ല. നമുക്ക് ആടിനെ എത്തിച്ചാൽ മതി. കർത്താവ് പറഞ്ഞ ആ ആടിനെ എനിക്ക് വേണ്ട, നമുക്ക് സ്തോത്രം പറഞ്ഞാൽ മതി. ആ സ്തോത്രം പറയുവാൻ സൺഡേ കടന്നു വരുമ്പോൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മൾ എങ്ങനെയാ ജീവിച്ചെന്നുള്ളത് നമുക്ക് വിഷയമല്ല, പക്ഷെ കർത്താവിന് വിഷയമാ. ഭൂമിയിൽ അനേകർക്ക് ദശാംശം മതി. ആ ദശാംശം എങ്ങനെയാ ഉണ്ടാക്കിയതെന്നുള്ളത് ദശാംശം വാങ്ങിക്കുന്നവർക്ക് പ്രശ്നമല്ല. അതിനെക്കുറിച്ച് അവർ പറയത്തുമില്ല. കാരണം കൂടുതൽ കിട്ടുമ്പോൾ കൂടുതൽ ദശാംശം വരുമല്ലോ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ്. ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല എത്ര കൊണ്ടുവരണം, എന്ത് കൊണ്ടുവരണമെന്ന്. പക്ഷെ കർത്താവ് ചോദിക്കുന്നത് എങ്ങനെയാ നീ കൊണ്ടുവരുന്നത്? ഹൗ ഡിഡ് യു ലിവ്? ഹൗ ഡിഡ് യു ലിവ് ഇൻ ദിസ് വേൾഡ് ടു മേക്ക് ദിസ്? നീ വരുന്നത് എനിക്ക് വിഷയമല്ല, നീ കൊണ്ടുവരുന്നത് വിഷയമല്ല. കർത്താവിന്റെ കൽപ്പനയാ കൊണ്ടുവരണമെന്നുള്ളത്, വരണമെന്നുള്ളത് എല്ലാം കൽപ്പനയാ. പക്ഷെ ഇവിടെ കൽപ്പന ആചരിക്കുന്ന ജനത്തോടാ പറയുന്നത്, ഞാൻ മുഷിഞ്ഞിരിക്കുന്നു, ഇതൊന്നും എനിക്ക് കാണണ്ട. അതിനാ ഞാൻ വാക്യങ്ങൾ ഓരോന്നും വിട്ടുകളയാതെ അക്ഷരം പ്രതി അത് വായിച്ചത്. അതുകൊണ്ട് അങ്ങനെ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു ദൈവവചനത്തിൽ. ഇതാദ്യം പറഞ്ഞിട്ടാണ് യെശയ്യാ മുന്നോട്ടുള്ള പ്രസംഗങ്ങൾ അങ്ങ് നടത്തിയത്. ദൈവജനത്തിന്റെ കണ്ടീഷനായത്. നമ്മൾ ആളുകളുടെ പുറകെ പോകുകയാ ദൈവമക്കളെ, എണ്ണത്തിന്റെ പുറകെ പോകുകയാണ്. ആയിരങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ആ കയറി വന്നവരെ സ്വർഗത്തിൽ എത്തിക്കുവാനുള്ള ദൗത്യം, ഉത്തരവാദിത്വം ദൈവസഭയ്ക്കുണ്ടെന്നുള്ളത് ദൈവസഭ മറന്നുപോകുന്നു ഈ കാലങ്ങളിൽ. മറന്നുപോകരുത്. 5000 പേരെയും കൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ എത്ര നല്ലതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 50,000 പേരുള്ള ഷിപ്പ് സമുദ്രത്തിൽ മുങ്ങുന്നതിനേക്കാൾ എത്ര നല്ലത് 5 പേരുള്ള ഒരു ബോട്ട് അക്കരയ്ക്ക് എത്തുന്നു അല്ലേ? ഓ, വലിയ ഷിപ്പ, വലിയ കപ്പല. എത്ര പേര് അതിനകത്തുണ്ട്? 50,000 പേരുണ്ട്. 50,000 people in that ship. It is a huge vessel. Everyone wants to travel in that. Everyone want to have a voyage in that. വലിയ ഷിപ്പ്, 50,000 people. It is not a small ship. പക്ഷെ പ്രോബ്ലം എന്താണെന്നറിയാമോ? നടുക്കടലിൽ മുങ്ങിപ്പോയി. ഇപ്പുറത്തൊരു ചെറിയ ബോട്ട് കിടക്കുന്നു, 5 people ഉള്ളൂ. But it reached on the other side. Which one you want to choose, my brother, my sister? The 50,000 one or 5 one? I will go for the 5 because I can reach the other side safely. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലോകം കാണുന്ന രീതിയിൽ നാം കാണരുത്. ലോകം ചിന്തിക്കുന്ന രീതിയിൽ നാം ചിന്തിക്കരുത്. ഈ മെസ്സേജുകളൊന്നും ആരും കേൾക്കത്തില്ല, പക്ഷെ കേൾക്കുന്ന കുറച്ചു പേരുണ്ട്. എന്റെ ജീവിതത്തെ മാറ്റുന്നതായി ഈ വചനങ്ങൾ. എന്റെ ജീവിതത്തെ ദൈവഭയത്തിൽ ജീവിപ്പിക്കുന്നതാണ് ഈ തിരുവചനങ്ങൾ.
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ വളരെ ശക്തമായ ആലോചനകളാണ്, വാക്കുകളാണ്. നാം വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈ നാളുകളിൽ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസങ്ങളും നമ്മുടെ സ്തോത്രയാഗങ്ങളും നമ്മുടെ ദാനധർമ്മങ്ങളും നാം കർത്താവിന്റെ വചനം അനുസരിക്കുന്ന കൽപ്പനകളൊക്കെയും സത്യമാണ്. പക്ഷെ കർത്താവ് ഒരു പക്ഷേ പറഞ്ഞെന്നിരിക്കും, നീ എൻ്റെ അടുത്ത് വരുന്നത് എനിക്ക് അസഹ്യമാണ്, പ്ലീസ് ഡോണ്ട് കം നിയർ മീ. പക്ഷെ നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല, കാരണം അവിടുന്ന് ആത്മാവില. ഇവിടെ നിന്ന് നോക്കിയേ, യെശയ്യാ പ്രവാചകൻ ഇത് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇസ്രായേൽ കേൾക്കത്തില്ലായിരുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തയാത്. ഇത് യെശയ്യാവ് പറഞ്ഞത് കൊണ്ടാണ് ജനം കേട്ടത്. പറഞ്ഞില്ലെങ്കിൽ ജനം ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, കർത്താവ് ഞങ്ങളിൽ പ്രസാദിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നമ്മുടെ പ്രാർത്ഥനകളിൽ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ? പ്രൈസ് ഗോഡ്. ഈ പ്രാർത്ഥനയിൽ കർത്താവ് പ്രസാദിച്ചോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ചോദിക്കുന്ന വിഷയം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ കർത്താവ് പ്രസാദിച്ചു എന്നാരും ചിന്തിക്കരുത് കേട്ടോ. നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി ഇങ്ങനൊക്കെ പറയുമ്പോൾ. നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് കിട്ടിയാൽ ഉടനെ കർത്താവ് പ്രസാദിച്ചു എന്ന് ആരും പറയരുത്. ചോദിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ കർത്താവ് പ്രസാദിച്ചില്ലെന്നും പറയരുത്. കാരണം യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. യേശു കർത്താവിന്റെ പ്രാർത്ഥന പിതാവ് കേട്ടോ? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, യേശു കർത്താവ് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും സ്വർഗം കേട്ടിട്ടുണ്ട്. പിതാവ് കേട്ടു. കേട്ടെങ്കിൽ പിന്നെ പാനപാത്രത്തെ മാറ്റണ്ടായോ? പക്ഷെ പാനപാത്രത്തെ മാറ്റിയില്ലല്ലോ. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി പഠിപ്പിക്കുന്ന കാര്യങ്ങളായത് കേട്ടോ. നമ്മൾ ചോദിക്കുന്ന പലതും യേശു കർത്താവിന്റെ അടുത്ത് പിശാച് കടന്നു വന്ന് എന്തോന്ന് പറഞ്ഞെന്നറിയാവോ? നീ വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം. അപ്പൊ ഒരാൾ തരാൻ വേറൊരാളുണ്ട് കേട്ടോ. ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, കിട്ടും. എന്തോ ഈ ലോകത്തുള്ളത് മുഴുവൻ കിട്ടും. അപ്പൊ ചിലത് ലഭിക്കുമ്പോൾ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടെന്നും ചിലത് ലഭിക്കാതിരിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന കേട്ടില്ലെന്നും പറയരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവഹിതപ്രകാരമാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവെന്തെന്നറിയാമോ? പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിന്റെ മുമ്പിൽ ഒരു വിഷയം വെച്ചിട്ട് പറയാം, കർത്താവേ എൻ്റെ ആഗ്രഹം ഇതാ, പക്ഷെ തിരിഹിതമല്ലെങ്കിൽ എനിക്കിത് വേണ്ട. പൂർണ്ണമായിട്ട് ഇത് പറയാൻ കഴിയുമോ? പൂർണ്ണമായിട്ട് പറയാൻ കഴിയുമോ? ലോർഡ്, ദിസ് ഈസ് മൈ ഡിസയർ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് യുവർ വിൽ ഐ ഡോണ്ട് നീഡ് ഇറ്റ്. കംപ്ലീറ്റ് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? Then if you get it, it is the will of God. If you don't get it, it is the will of God. നമ്മൾ അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പിള്ളേർ ഐസ്ക്രീമിന്റെ കാര്യം പറയുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഐസ്ക്രീം വേണമെന്ന് പറയും, ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മുഖം വീർപ്പിക്കും അല്ലേ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ലോകത്തിലുള്ളതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഈ ചോദിക്കുന്നതൊക്കെയും വളരെ ക്ഷണികമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഈ ചോദിക്കുന്ന. നമ്മൾ ഉപവാസ പ്രാർത്ഥനകളിലായാലും അനുദിന പ്രാർത്ഥനകളിലായാലും നാം ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ we ask the right questions but we follow the wrong answers. നമ്മുടെ കുഴപ്പമാണ്. കർത്താവിന്റെ അടുത്ത് നിന്ന് റൈറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും, പക്ഷെ റോങ് ആൻസേഴ്സിന്റെ പുറകെ നമ്മൾ പോകും എപ്പോഴും. അതിന് ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചോദിക്കുന്നതെല്ലാം ഒരു വെരി ഷോർട്ട് ടൈമിലേക്കാണ്, കുറച്ച് കാലഘട്ടത്തിലേക്ക്. ഇനി എത്ര വർഷം ഈ ഭൂമി ഞാൻ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക അനേക വിഷയങ്ങൾക്ക് വേണ്ടി. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയം കൊണ്ട് എനിക്ക് നിത്യതയിൽ ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ ഈ ഭൂമിയിൽ എത്ര നാളത്തേക്കുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കുറച്ച് മുമ്പ് വേറൊരു മീറ്റിംഗ് ഞാൻ പറഞ്ഞതാണ്. ഉദാഹരണം ഇതാ: ഒരു 2 വയസ്സ് 3 വയസ്സുള്ള ഒരു കുഞ്ഞ് അപ്പന്റെ അമ്മയുടെ അടുത്ത് നിന്ന് കരയുക. നിങ്ങൾ ആ കുഞ്ഞ് എന്തിനാ കരയുന്നതെന്നൊന്ന് ചോദിച്ചു നോക്കിയോ. ആ കുഞ്ഞ് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലുള്ള കാര്യം. ഒന്നീ കളിപ്പാട്ടം ചോദിച്ച് വാങ്ങിച്ചു കൊടുത്തില്ല, അല്ലെ കളിക്കാൻ കൂട്ടുകാരുടെ പോകണമെന്ന് വിട്ടില്ല, എന്തുമായിക്കൊള്ളട്ടെ, ഈ ലോകവുമായി ബന്ധപ്പെട്ട ലോകത്തിലുള്ള ചെറിയ കാര്യമാണ്.
തീരെ കുഞ്ഞൊരു കാര്യത്തിന് വേണ്ടിയാണ്, ചെറിയ കാര്യത്തിനാ, ഒരു വിലയുമില്ലാത്ത കാര്യത്തിനാ. 2 പൗണ്ടിന്റെ ഒരു ടോയ്ക്ക് വേണ്ടിയായിരിക്കും ഈ കുഞ്ഞു കടന്ന് കരയുന്നത്. അല്ലെ ഒരു നിസ്സാര കാര്യം, പിള്ളേരുടെ കൂടെ അവിടെ കളിക്കാൻ വിട്ടില്ല, അതാ കാര്യം, നിന്ന് കരച്ചില്ല. അതേ സ്ഥാനത്ത് 20-25 വയസ്സുള്ള ഒരു മോൻ നിന്ന് കരയുകയെന്ന് വെച്ചോ അപ്പന്റെ അമ്മയുടെ അടുത്ത്, അല്ലെ ഒരു മോള് നിന്ന് കരയുകയെന്ന് വെച്ചോ, നിങ്ങൾ ചോദിക്കും എന്തിനാ കരയുന്നതെന്ന്. ദർ മസ്റ്റ് ബി എ വാലിഡ് റീസൺ. വിലയുള്ളത് എന്തിനോ ഒന്നിനു വേണ്ടി ആ കുട്ടി കരയുന്നത്. ഇതാണ് വളർച്ചയുടെ ലക്ഷണം, ഇതാണ് വളർച്ചയുടെ വ്യത്യാസം. പക്വത വരാത്ത ഒരു ദൈവപൈതലിരുന്ന് പ്രാർത്ഥിക്കുന്നതും പക്വത വന്ന് ഒരു ദൈവപൈതലിരുന്ന് പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈവപൈതലെ ഞാനിപ്പോ പറഞ്ഞത്. പക്വത വരാത്ത ഒരു ദൈവപൈതൽ, ഹല്ലേലൂയ, നിത്യതയിൽ വിലയുള്ളത് എന്തെന്ന് തിരിച്ചറിയാത്ത ഒരു ദൈവപൈതൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ടോയ്സിന് വേണ്ടിയാ. എന്തിന്? ഈ ലോകത്തിൽ കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി. എന്നാൽ പക്വത വന്ന, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ട, ദൈവവചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിച്ചിട്ടുള്ള, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ ദൈവം കൃപ കൊടുത്തിട്ടുള്ള ഒരു ദൈവപൈതൽ ദൈവസ്ഥാനത്തിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിലെ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയല്ല. കാരണം അവനറിയാം, അവൾക്കറിയാം, ഇത് കുറച്ചു നാളത്തേക്കേ ഉള്ളൂ. പക്ഷേ നിത്യതയിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്, കരയുന്നത്, വിലയുള്ളതിന് വേണ്ടിയാ. ഞാൻ മുമ്പേ പറഞ്ഞിട്ട് കൂട്ട്, 50 രൂപ വിലയുള്ള ഒരു കളിപ്പാട്ടത്തിനോ 5 പൗണ്ട് വിലയുള്ള ഒരു കളിപ്പാട്ടത്തിനോ അല്ല 25 വയസ്സുള്ള 20 വയസ്സുള്ള ഒരു യുവതി കരയുന്നത് വിലയുള്ളത് എന്തിനെങ്കിലും വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടുന്ന് എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഞാൻ എന്ത് ഉദ്ദേശത്തോടെയാണ്, എന്ത് ഹൃദയത്തോടാണ് കടന്നു വരുന്നത്? അവിടുത്തെ പ്രസാദിപ്പിക്കുന്നത് മാത്രമാണ് കർത്താവേ എന്റെ ഹിതം. യേശു കർത്താവ് പറഞ്ഞെന്തുവാ? ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ യേശുവിനെ കുറിച്ച് ഒന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അവിടുന്ന് വരുന്നു. മരിക്കുന്നതിന് മുമ്പും പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ ആവട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോൾ, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കാൻ ഒരുങ്ങുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ആരാധനയ്ക്ക് പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ എന്താണ് നമ്മുടെ ഹൃദയത്തിലെ ഉദ്ദേശം? ഈസ് ഇറ്റ് ടു പ്ലീസ് ഗോഡ്? ഈസ് ഇറ്റ് ടു ഹോണർ ഹിസ് ഹോളി നെയിം? ഓർ ഈസ് ഇറ്റ് ടു ഹോണർ അവർസെൽഫ്? നമ്മൾ മറന്നു പോകരുത്. ഇത് ഒരു ഭയാനകമായ വചനമായിട്ട് ഞാൻ കാണുന്നല്ലേ. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് മുഖം തിരിച്ചു വെച്ചിരിക്കുക. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ശുശ്രൂഷ ചെയ്യുക, ഉറക്കളത്തിരുന്ന് ദൈവവചനം പഠിക്കുന്നു, ദൈവവചനം ശുശ്രൂഷിക്കുന്നു, മണിക്കൂറുകളില്ലാതെ ദൈവമക്കളെ നമ്മൾ ഓടി ട്രാക്സ് കൊടുക്കുന്നു, ശുശ്രൂഷകൾ ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും സ്വർഗത്തിന്റെ ബുക്കിലില്ല. നിർജീവ പ്രവർത്തികളാ, ഡെഡ് വർക്ക്സാ. എന്തൊരു ഭയങ്കര നഷ്ടമായിരിക്കും ദൈവമക്കളെ അത്, അല്ലേ? നമ്മൾ എല്ലാ ദിവസവും കൊണ്ടുവന്ന് അന്നത്തെ സമ്പാദ്യം കൊണ്ടുവന്ന് ബാഗിനകത്ത് വെക്കുക എന്ന് വെച്ചു. ആ ബാഗിനൊരു ഹോളുണ്ട്, അത് അതിനകത്തൂടെ താഴെ പോവാ, പിള്ളേർ അതെല്ലാം പറയിക്കൊണ്ട് പോവാന്ന് വെച്ചു. വർഷത്തിന്റെ അവസാനമാകുമ്പോ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി ബാഗിനകത്ത് തപ്പുക. ഇത്രയും നാൾ കണക്കൂട്ടിൽ എന്തുവാ ഇത്ര ആയിട്ടുണ്ട്. ഇപ്പോഴ് ബാഗ് തപ്പി നോക്കുമ്പോൾ ഒന്നും അതിനകത്തില്ല. എന്തോ ഒരു നിരാശയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ പലതും കരുതുന്നത് ഇപ്പോൾ സ്വർഗത്തിൽ ഒത്തിരി നിക്ഷേപമായിട്ടുണ്ടെന്നാ. എത്ര നാളുകൊണ്ട് കിടന്ന് അധ്വാനിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മനുഷ്യൻ പറയുന്നതിനല്ല, നമ്മുടെ ബുദ്ധി പറയുന്നതിനല്ല, ദൈവത്തിന്റെ തിരുവചനം പറയുന്നതിന് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ, സമയം മുന്നോട്ട് പോകുന്നില്ല. ഒരു വാക്യം കൂടെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് എടുക്കാനായിട്ട് ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നതാ. പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പുതിയ നിയമത്തിൽ യേശു കർത്താവ് തന്റെ പിന്നാലെ വന്ന ശിഷ്യന്മാരോടും പുരുഷാരത്തോടും കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ശ്രദ്ധിക്കണമേ,
മാനുഷിക കൽപ്പനകളുമുണ്ട്, ദൈവകൽപ്പനകളുമുണ്ട് കേട്ടോ. ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്നറിയാമോ? ഞാൻ മാനുഷിക കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തിയാണോ ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളതിന്റെ വ്യത്യാസം എങ്ങനെയാണെന്നറിയാമോ? മാനുഷിക കൽപ്പനകളൊക്കെ എർത്തലി സെന്റേഡ് ആണ്, ദൈവകൽപ്പനകളൊക്കെ ഹെവൻലി സെന്റേഡ് ആണ്. ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുമ്പോൾ അത് സ്വർഗോന്മുഖമാണ്. സ്വർഗത്തിൽ പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാനാണ് കർത്താവ് ഭൂമിയിൽ ദൈവം കൽപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യൻ കൽപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. ഓ, എന്തൊരു ബഹുമാനം അധരം കൊണ്ടല്ലേ! മനുഷ്യർക്കും ഉണ്ടല്ലോ അങ്ങനത്തെ സ്വഭാവം അല്ലേ? കാണുമ്പോൾ ചിരിക്കും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജിലൊക്കെ സംസാരിക്കും, പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമ്മളെ. സഹോദരങ്ങളെ, ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നവർ, അധരം കൊണ്ട് ബഹുമാനിക്കുന്നു. എന്തോ ഒരു പാട്ടാ, എന്തോ ഒരു പ്രാർത്ഥനയാ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് വാക്യം ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. 6-ാം അധ്യായത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. അവിടെ പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്നെ കർത്താവേ കർത്താവേ എന്ന് നിങ്ങൾ വിളിക്കുകയും ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ടൈം ആകും, അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഈ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ എന്തോന്നറിയാമോ? ഓ ലോഡ് ലോഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ലോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോന്നറിയാമോ? എന്റെ ജീവിതത്തിന്റെ കർത്താവെന്ന്, മൈ മാസ്റ്റർ എന്നാ അതിന്റെ അർത്ഥം. മൈ മാസ്റ്റർ, എന്റെ ഗുരുവെന്നാ അതിന്റെ അർത്ഥം അല്ലേ? എന്റെ ലോഡ് എന്നാ അതിന്റെ അർത്ഥം. അപ്പൊ ലോഡ്, കർത്താവ്, ഒരാൾ ലോഡാണെന്ന് പറഞ്ഞാൽ, ഒരാൾ ഗുരുവാന്ന് പറഞ്ഞാൽ, ഒരാൾ നായകനാ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ സെർവന്റ് ആണെന്ന് അർത്ഥം അല്ലേ? ഇഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ്, ഐ ആം ദ സെർവന്റ്. അപ്പൊ ഒരു സെർവന്റ് എന്തുവാ ചെയ്യേണ്ടത്? മാസ്റ്റർ പറയുന്നത് അനുസരിക്കുക ഒരു സെർവന്റ് ചെയ്യേണ്ടത്. കർത്താവ് ചോദിക്കുക, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ഒക്കെ മുന്നേ പറയുന്നുണ്ട് ഞാൻ കർത്താവാന്ന, പക്ഷേ സെർവന്റ് ആയിരിക്കുന്ന നിങ്ങൾ ഞാൻ പറയുന്നത് എന്താ കേൾക്കാത്തത്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇറ്റ് ഈസ് സോ സീരിയസ്. When you and I say that Jesus Christ is my Lord, we are expected to obey him. We are expected to follow his commandments. നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കരുത്. കഴിഞ്ഞ രാത്രി പ്രിയ സഹോദരൻ ദൈവവചനം പറഞ്ഞപ്പോൾ ജഡ്ജസ് 17:6 പറഞ്ഞല്ലോ. ന്യായാധിപന്മാരുടെ പുസ്തകം 17:6, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. Everyone walked in their own ways. യേശു എന്റെ കർത്താവാണെങ്കിൽ എനിക്ക് ബോധിച്ചതുപോലെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല. അവിടുന്ന് എന്റെ കിങ് ആണെങ്കിൽ, അവിടുന്ന് എന്റെ ഗുരുവാണെങ്കിൽ, അവിടുന്ന് എന്റെ മാസ്റ്റർ ആണെങ്കിൽ എനിക്ക് ബോധിച്ചതുപോലെ നടക്കാൻ പറ്റില്ല. I need to follow him. I have to be a follower of Christ. വചനം പറയുന്നു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. മനോഹരമായ പാട്ടുകൾ പാടുന്നു, വളരെ അർത്ഥസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നു, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? അടുത്ത വാക്യമാണ് അതിന്റെ അർത്ഥം. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങൾ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാനുഷിക കൽപ്പനകൾക്കാണ്, മനുഷ്യനു വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കിയ കൽപ്പനകൾ. ദൈവകൽപ്പനകളൊക്കെ അവർ മറന്നു കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എത്ര പേര് വേദപുസ്തകം പഠിക്കുന്നവരുണ്ട്? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എത്ര പേര് വേദപുസ്തകം പഠിക്കുന്നവരുണ്ട്? നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞേ. അവർക്കൊക്കെ മറ്റു പല പുസ്തകങ്ങളുണ്ട്. മനുഷ്യൻ എഴുതിയത്, പിതാക്കന്മാർ എഴുതിയതെന്ന് പറയുന്നത്, വിശുദ്ധന്മാർ എഴുതിയതെന്ന് പറയുന്ന ഒത്തിരി ഒത്തിരി പുസ്തകങ്ങളുണ്ട്. പക്ഷെ ദൈവം എഴുതിയ ഈ പുസ്തകം എവിടെ? വചനം പറയുന്നു, അവർ ദൈവകൽപ്പനയ്ക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മനുഷ്യന്റെ കൽപ്പനയ്ക്കാ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യൻ പറഞ്ഞിരിക്കുന്നവരനുസരിക്കും. മതഭക്തരാണ് മതഭക്തർ, ദൈവഭക്തരല്ല. രണ്ടും രണ്ടാ. മതഭക്തിയും ദൈവഭക്തിയും രണ്ടും രണ്ടാ. ഈ ലോകത്തിൽ നോക്കിയാൽ മതഭക്തി ഇഷ്ടം പോലുണ്ട്.
ഹിന്ദു സ്നേഹിതന്മാർക്കൊരു മതഭക്തിയുണ്ട്, മുസ്ലിം സ്നേഹിതന്മാർക്കൊരു മതഭക്തിയുണ്ട്. മതഭക്തി, they follow their religion, they don't follow God, they follow their religion. My brother, my sister, എന്റെയും നിങ്ങളുടെയും ഭക്തി മതത്തോടാണെങ്കിൽ you are not following God, but you are following your religion. Religion is the setup of man. God never made a religion. God didn't create a religion. Christ did not come to create a religion. No, he opened up a way of life. ഇന്ന് എന്തുകൊണ്ടാണ് മനുഷ്യർ തമ്മിൽ തല്ലുന്നത്? പള്ളികൾക്ക് വേണ്ടി തല്ലുന്നത് എന്താ? ഓ, നമ്മൾ പറയും, ഓ അവർ പള്ളികൾക്ക് വേണ്ടി കേസ് കൊടുക്കുന്നു, തല്ലുന്നു. ഇവിടെ നോക്കിക്കേ, വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളാന്ന് പറയുന്നവർ തമ്മിൽ തല്ലുക അങ്ങോട്ടും ഇങ്ങോട്ടും, ഇല്ലേ? എന്തിനു രണ്ട് സഭ തമ്മിൽ തല്ലുന്നു? ഒരു സഭയ്ക്കകത്ത് നോക്കുക, അതിനകത്ത് തല്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവകൽപ്പന അനുസരിക്കുന്നവരാരും തല്ലുകൂടത്തില്ല. അവർ തല്ലുകൂടുന്നതിന്റെ കാരണം അവർ മനുഷ്യകൽപ്പനകൾ അനുസരിക്കുന്നു. ഈ വചനത്തിന് അവരുടെ ജീവിതത്തിൽ പ്രാധാന്യമില്ല. സ്വയം ശോധന ചെയ്യുക. ഹൂ ഈസ് എ ട്രൂ ക്രിസ്ത്യൻ? ഇന്നത്തെ മെസ്സേജിന് ഞാനിടുന്ന ടൈറ്റിൽ അതാണ്, ഹൂ ഈസ് എ ട്രൂ ക്രിസ്ത്യൻ? ദൈവകൽപ്പന അനുസരിക്കുന്നവനാണ് ട്രൂ ക്രിസ്ത്യൻ, മനുഷ്യകൽപ്പന അനുസരിക്കുന്നവനല്ല. ഇന്ന് ചുറ്റുപാട് നോക്ക്, ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലിട്ട്, ഇവിടെ ഇംഗ്ലണ്ടിൽ, ഇവിടെ യു കെയിലൊക്കെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസിനെ ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കുന്നത്. ആരോടെങ്കിലും ചോദിച്ചാൽ ആർ യു എ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചാൽ നോ 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 നോ, ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഐ ആം എ കാത്തലിക് എന്ന് ചിലർ പറയും, അല്ലേ? ചിലർ പറയും ഐ ആം എ മെത്തഡിസ്റ്റ് എന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആർ യു എ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ക്രിസ്ത്യാനി. കത്തോലിക്കലുള്ളവരും ക്രിസ്ത്യാനി എന്ന് പറയും, പെന്തിക്കോസുകാരനും ക്രിസ്ത്യാനി എന്ന് പറയും, ബ്രദറിനും ക്രിസ്ത്യാനി എന്ന് പറയും, യാക്കോബക്കാരനും മർത്തോമക്കാരനും CSI കാരനും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം പറയും ക്രിസ്ത്യാനിയാന്ന് പറയും, ഇല്ലേ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന അനുസരിക്കുന്നവനാ ക്രിസ്ത്യാനി. ഞാൻ ഈ ചോദിക്കുക, ഓപ്പണായിട്ട് ചോദിക്കുക, ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എത്ര പേര് ഈ വചനം പഠിക്കുന്നുണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി? പ്രൈസ് ഗോഡ്. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഈ നാട്ടിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വെൻ ഡിഡ് യു ബിക്കം എ ക്രിസ്ത്യൻ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഫ്രം ദി ഏജ് ഓഫ് 33. 33-ാമത്തെ വയസ്സിലാണ് ഞാനൊരു ക്രിസ്ത്യാനിയായെന്ന് ഞാൻ പറയും. പക്ഷെ ഇതേ ചോദ്യം നാട്ടിലൊരാൾ ചോദിക്കാന്ന് വെച്ചോ, വെൻ ഡിഡ് യു ബിക്കം എ ക്രിസ്ത്യൻ? നമ്മൾ പറയാന്ന് വെച്ചോ 33-ാമത്തെ വയസ്സിലാണ് ക്രിസ്ത്യാനിയായെ. അപ്പൊ ഉടനെ ചോദിക്കും, മാർഗം കൂടി വന്നാന്നൊന്ന് ചോദിക്കും, അല്ലേ? ഓ, പണ്ട് ഹിന്ദു ആയിരുന്നല്ലേ, പണ്ട് മുസ്ലിം ആയിരുന്നല്ലേ? ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ്. എന്ന് വെച്ചാൽ എന്തെന്നറിയാമോ? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കുടുംബത്തിൽ ജനിക്കുന്ന അനുസരിച്ചാ. തോമാച്ചനെന്ന് പേരുണ്ട്, ചിന്നമ്മേന്നോ പൊന്നമ്മേന്നോ എന്തുവാ ത്രേസ്യാമ്മേന്നോ മേരിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് വൈഫിനോ ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന മക്കളെല്ലാവരും ക്രിസ്ത്യാനികളാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവർ ആരെങ്കിലും എന്നെ ഇനി കേൾക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ വചനം പറയുന്നു, മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. നിങ്ങൾ ഭജിക്കുന്നത്, നിങ്ങൾ ആചരിക്കുന്നത്, നിങ്ങൾ ഫോളോ ചെയ്യുന്നത് മാനുഷിക കൽപ്പനകളാണോ അതോ ദൈവകൽപ്പനകളാണോ? That tells you whether you are a Christian or a non-Christian. ദൈവകൽപ്പന എന്ന് പറയുന്നത് ഈ ദൈവവചനമാണ്. ഇതിനകത്ത് 1050 കൽപ്പനകളുണ്ട് പുതിയ നിയമത്തിൽ, 613 കൽപ്പനകളുണ്ട് പഴയ നിയമത്തിൽ. ഈ കൽപ്പനകൾ നീ ആചരിക്കുന്നുണ്ടോ അതോ മനുഷ്യർ ആരൊക്കെയോ എഴുതി വെച്ച പുസ്തകങ്ങളാ? കാരണം മനുഷ്യൻ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ഈസിയാ ഫോളോ ചെയ്യാൻ, കാരണം മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും അനുസരിക്കത്തക്ക രീതിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ദൈവകൽപ്പനകളാ പ്രയാസമാണെന്ന് നമുക്ക് തോന്നുന്നത്. പ്രയാസമാണെന്നല്ല പ്രശ്നം, പ്രയാസമാണെന്ന് പിശാച് നമ്മളോട് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇത് തുറക്കത്തില്ല. ഇത് തുറന്നെങ്കിലല്ലേ ഉള്ളൂ ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന്. പാക്കറ്റ് തുറന്നെങ്കിലല്ലേ അറിയത്തുള്ളൂ അതിനകത്ത് ലഡു ആണോ ചോക്ലേറ്റ് ആണോ എന്തുവാന്നുള്ളത്. ആരോ ഒരാൾ പറഞ്ഞു അത് തുറക്കല്ലേ, അതിനകത്ത് വേറെ ഏതാണ്ടാ ഇരിക്കുന്നേ. അപ്പൊ നമ്മൾക്ക് തുറക്കാൻ മെനക്കെടുന്നില്ല, കാരണം തുറന്നാലും വേറെ ഏതാണ്ടല്ലേ ഇരിക്കുന്നേ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ പുസ്തകത്തിൽ സൂക്ഷിച്ചു നോക്കുവിൻ, അന്വേഷിച്ച് സൂക്ഷിച്ചു നോക്കുവിൻ, നിനക്ക് വേണ്ടതൊന്നും അതിലില്ലാതിരിക്കുകയില്ല.
യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് സൂക്ഷിച്ചു നോക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജീവന്റെ വചനമാത്, ജീവൻ അതിനകത്താ ഉള്ളത്. ഇവിടെ പറഞ്ഞു നിർത്തുന്ന ഇങ്ങനെ: ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. യേശു കർത്താവ് പുതിയ നിയമത്തിൽ തന്റെ പിന്നാലെ വന്ന പുരുഷാരത്തോടും ശിഷ്യന്മാരോടും പറയുകയാണ്, നിങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്നാ വിളിക്കുന്നു. When I need you, you are not there. ക്രൂശിന്റെ പാതയിലേക്ക് യേശു കർത്താവ് ഒരു കാലെടുത്ത് വെച്ചപ്പോൾ കൂടെ നിന്ന് ശിഷ്യന്മാരെല്ലാം ഓടി. പുരുഷാരത്തെ പിന്നെ ആ ഏറിയയിലെ കാണാനില്ല. കർത്താവിനെ വായ് കൊണ്ട് സ്തുതിക്കുന്നതല്ല, കർത്താവിനെ ഹൃദയം കൊണ്ട് സ്തുതിക്കണം. നമ്മൾ കേട്ട പോയിന്റ് എന്താ? ഹല്ലേലൂയ. നാം കേട്ടുകൊണ്ടിരുന്നത്, ഫോം ഓഫ് റിലീജിയൻ ഈസ് നോട്ട് എ റിലീജിയൻ, ഫോം ഓഫ് ഫെയ്ത്ത് ഈസ് നോട്ട് എ ഫെയ്ത്ത്. ബാഹ്യമായിട്ടുള്ള വിശ്വാസമല്ല, അത് കപട വിശ്വാസം. ഫോം ഓഫ് എ ക്രിസ്ത്യൻ ഈസ് നോട്ട് എ ട്രൂ ക്രിസ്ത്യൻ ബിഫോർ ഗാഡ്. ഞാൻ കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ അംഗീകരിക്കണമെന്നില്ല. പുറമേ യഹൂദനായവനല്ല യഹൂദൻ, പുറമേ ഉള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ. ജഡത്താലുള്ള പരിച്ഛേദനയല്ല, ആത്മാവിനാലുള്ള പരിച്ഛേദന അത്രേ പരിച്ഛേദന. അങ്ങനെ ആ റോമാലേഖനത്തില് നമ്മൾ വായിച്ചത്. പ്രൈസ് ഗോഡ്. റോമാലേഖനം 2-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം: അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. ആ ഭാഗത്തേക്ക് നമുക്ക് കർത്താവ് അനുവദിച്ചെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വരാം. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി കേട്ട മെസ്സേജിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കണം. വിശുദ്ധ വചനത്തിൽ ഒരു അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 8 പ്രാവശ്യമാണ് യേശു കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്, വോ അൺടു യു, നിങ്ങൾക്ക് ഹാ കഷ്ടം. കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ജനത്തോടാ പറഞ്ഞത്. കൽപ്പനകൾ അനുസരിക്കുക മാത്രമല്ല, കൽപ്പനകൾ പഠിപ്പിക്കുന്ന ഒരു ജനത്തോടാ പറയുന്നത്, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾക്ക് ഹാ കഷ്ടം. എന്തുകൊണ്ടാ? അവരുടെ ഹൃദയം അവിടെ ഇല്ലായിരുന്നു. അവർ ദൈവത്തോടല്ല പ്രതിബദ്ധത കാണിച്ചത്, മനുഷ്യരോടാണ് പ്രതിബദ്ധത കാണിച്ചത്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ കൊടുക്കാം. ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന പരീശന്മാരോട് നിങ്ങൾക്ക് ഹാ കഷ്ടമെന്ന് പറഞ്ഞ കർത്താവ് തന്റെ മുമ്പിൽ വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ പാവികളായ മനുഷ്യരോട് എത്ര അനുകമ്പയോടാ സംസാരിച്ചത്, എത്ര കരുണയോടാ സംസാരിച്ചത്. സമാധാനത്തോടെ പോ, അല്ലേ? കല്ലെറിയാനൊരു സ്ത്രീയെ കൊണ്ടുവന്നപ്പം നമുക്കറിയാം, മനുഷ്യർ മുഴുവനും അവളെ കല്ലെറിയുവാനാണ് കല്ലെടുത്തത്, അല്ലേ? പക്ഷെ നമ്മുടെ കർത്താവ് കല്ലെറിയാൻ അനുവാദം കൊടുത്തോ? അനുവാദത്തിന് വേണ്ടി അവർ വന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു എന്തോന്നറിയാമോ? സ്ത്രീയെ, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. എത്ര അനുകമ്പയുള്ള കർത്താവാ. പ്രൈസ് ഗോഡ്. വി നീഡ് ടു ഹേറ്റ് ഫോർമലിസം. ഈ ബാഹ്യപ്രകടനങ്ങളെ നമ്മൾ വെറുക്കണം ദൈവമക്കളെ. വെറുക്കണമെന്ന് പറഞ്ഞാൽ, ബാഹ്യപ്രകടനം എന്ന് പറഞ്ഞാൽ പാട്ട് പാടരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ പ്രസംഗിക്കരുതെന്നോ അല്ല. അതെല്ലാം ആ ഇന്റേണൽ അല്ലെങ്കിൽ ഇൻവേർഡ് റിയാലിറ്റിയുടെ എക്സ്പ്രഷൻ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ഹിപ്പോക്രസിയാണ്, അല്ലെങ്കിൽ അത് ഫോർമലിസമാണ്. ഈ ഫോർമലിസം എങ്ങനെയാ ഡേഞ്ചർ ആകുന്നതെന്ന് അറിയാമോ? ഫോർമലിസം ഈസ് അപ്പിയറിംഗ് ടു ബി എ ബ്രദർ ഓർ എ ഫ്രണ്ട്, സംതിങ് ലൈക്ക് ദാറ്റ്. സിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുഖമൊക്കെ ഒന്ന് വീർത്ത് കണ്ണൊക്കെ ഒന്ന് മുഴപ്പിച്ച്, ഓ സിൻ, നോ 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 പ്ലീസ് നോ. സിൻ ഈസ് ലൈക്ക് എൻ എനിമി ടു us. ബട്ട് ദിസ് ഫോർമലിസം എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാമോ? ഒരു ഫ്രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്, എനിമിയായിട്ട് കാണാൻ നമുക്ക് പറ്റത്തില്ല. ഫോർമലിസത്തിന്, അപ്പിയറൻസിന് നമ്മൾ ആരെയും അതിനെ എനിമിയായിട്ട് കാണത്തില്ല. സിൻ എന്ന് പറഞ്ഞാൽ ഉടനെ എനിമിയാ. ഫോർമലിസം എന്ന് പറഞ്ഞാൽ എനിമി അല്ലെന്നാ പറയുന്നത്. ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്നില്ലേ ഇച്ചിരിച്ച് നമ്മൾ അങ്ങനെ കാണുന്നത്. പക്ഷേ ഇതിന്റെ രണ്ടിന്റെയും അവസാനം ഒരേ സ്ഥലത്ത് എന്താണെന്നറിയാമോ? ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്, നിത്യജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ. രണ്ടിന്റെയും ആ സീരിയസ്നെസ്സിൽ നമ്മൾ ഇതിനെ കാണുന്നു. കർത്താവേ, ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ പൂർണ്ണനല്ല, എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട് കർത്താവേ. പലതിലും ഞാൻ എൻ്റെ യഥാർത്ഥ മുഖം കാണിക്കുന്നില്ല മറ്റുള്ളവരെ. അങ്ങനെ നമുക്ക് തോന്നുന്നെങ്കിൽ അതിനെ മറച്ചു വെക്കാതെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വീണ് നിലവിളിച്ച് കൃപ പ്രാപിക്കുക. പ്രൈസ് ഗോഡ്. ഓരോന്നോരോന്നായി
ജീവിതകാലം മുഴുവനും നമുക്ക് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനുമുണ്ട് ഈ വിഷയത്തിൽ. കാരണം നമ്മൾ ആരും യേശുവിനെ പോലെ ഇതുവരെയും ആയിട്ടില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലുണ്ട്, ഉപവസിക്കുവാനും കാരണങ്ങളുണ്ട്. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. കർത്താവ് വെറുക്കുന്ന പാപമാണ് ഫോമലിസം അല്ലെങ്കിൽ ഹിപ്പോക്രസി. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി കേട്ട വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പ്രൈസ് ഗോഡ്.